ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മാഗ്ന ജൂറിസ്. സോ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ടോട്ട് ലോനെ കുറിച്ചിട്ടാണ്. ലോ ഓഫ് ടോട്ട്സിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോൾ ഇൻട്രൊഡക്ഷനാണ് കണ്ടത്. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്? വാട്ട് ഇസ് എ ടോട്ട്, അതിൻ്റെ എസെൻഷ്യൽസ്, ഡിഫറൻസ് ഫ്രം ക്രൈം ആൻഡ് കോൺട്രാക്റ്റ്, അതൊക്കെ നമ്മൾ കവർ ചെയ്തു. ബട്ട് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? കംപ്ലീറ്റ് ജേർണിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലോ ഓഫ് ടോട്ട്സിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഡീറ്റെയിലിംഗ്, അതുപോലെ തന്നെ മേജർ കോൺസെപ്റ്റ്സ്, ഡോക്ട്രിൻസ്, ഡിഫൻസസ്, റെമഡീസ്, ഇമ്പോർട്ടൻറ്റ് കേസ് ലോസ് ഒക്കെ കവർ ചെയ്ത് പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ഡീപ്പറായിട്ടുള്ള ഒരു വേർഷനാണ് നമ്മളിത് കൂടെ പ്ലാൻ ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി കവർ ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മളിതിൽ നോക്കുന്നത് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ലോ ഓഫ് ടോട്ട്സ് ആണ്. ടോട്ട് ലോ ഡീൽസ് വിത്ത് സിവിൽ റോങ്സ് വേർ കോമ്പൻസേഷൻ ഈസ് ഗിവൺ. അതായത് ടോട്ട് ലോ ഒരു സിവിൽ റോങ് ആണ്. അതിൽ ഇഞ്ചുറീസിന്, നമ്മുടെ ഡാമേജസിന് കോമ്പൻസേഷൻ ആയിരിക്കും റെമഡി ആയിട്ട് കിട്ടുക. അൺലൈക്ക് കോൺട്രാക്ട്സ് പോലെ അല്ല ഇത്. കോൺട്രാക്ട്സ് എങ്ങനെയാണ്? എഗ്രിമെൻറ്റ്സ് ബേസ് ചെയ്തിട്ടാണ് കോൺട്രാക്റ്റ് വരുന്നത്. ക്രൈംസ് എങ്ങനെയാണ്? ക്രൈംസിന് റെമഡി പണിഷ്മെൻ്റ് ആണ്. അപ്പോൾ ക്രൈംസും കോൺട്രാക്ട്സും പോലെയല്ല. ടോട്ട്സ് എങ്ങനെയാണ്? ടോട്ട്സ് ആർ ജഡ്ജ് മെയ്ഡ് ലോ. എങ്ങനെയാണ്? ടോട്ട്സ് ആർ ജഡ്ജ് മെയ്ഡ് ലോ എന്നാണ് പറയുന്നത്. മോസ്റ്റ്ലി എങ്ങനെയാണ്? പ്രീസിഡൻസിനെ, നമ്മുടെ പഴയ ജഡ്ജ്മെൻറ്റിനെയും പഴയ കേസസിൻ്റെ ജഡ്ജ്മെൻറ്റിനെയും പ്രൊവിഷൻസിനെയൊക്കെ നോക്കിയിട്ടാണ്, ആ പ്രീസിഡൻസിനെ നോക്കിയിട്ടാണ് ടോട്ട്സ് ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇഫ് സമ്മൺ നെഗ്ലിജൻ്റ്ലി, കെയർലെസ് ആയിട്ട് ഡ്രൈവ്സ് എ കാർ ആൻഡ് ഹിറ്റ്സ് അനദർ പേഴ്സൺ, ഒരു പേഴ്സണിനെ നെഗ്ലിജൻ്റ് ആയിട്ട് കാർ ഡ്രൈവ് ചെയ്തിട്ട് ഇടിക്കുകയാണ്, ഹിറ്റ് ചെയ്യുകയാണ്, ദാറ്റ്സ് നോട്ട് എ ക്രൈം അൺലെസ് സ്പെസിഫിക് സെക്ഷൻസ് അപ്ലൈ. അതായത് അതൊരു ക്രൈം ആവില്ല. എങ്ങനെയാണ്? അൺലെസ് സ്പെസിഫിക് സെക്ഷൻസ് അപ്ലൈ, ബട്ട് ഇറ്റ്സ് എ ടോട്ട്. അതൊരു ടോർട്ടാണ്. എങ്ങനെ വരുമ്പോഴാണ് അതൊരു ടോർട്ടാവുക? ബിക്കോസ് ദ ഇഞ്ചേർഡ് പേഴ്സൺ ക്യാൻ ക്ലെയിം ഡാമേജസ്. ഇഞ്ചേർഡ് പേഴ്സണിന് ഡാമേജസിന് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുന്നതുകൊണ്ട് ദാറ്റ്സ് എ ടോർട്ട്. അതൊരു ടോർട്ടായിട്ടാണ് വരിക. സോ അത്രയും സിമ്പിളാണ് ഒരു ടോർട്ട് എന്ന് പറയുന്നത്. പ്രൈവറ്റിൻ്റെ, അതായത് ഇൻഡിവിജ്വൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുന്നത് എവിടെയാണോ അവിടെ ഒരു ടോർട്ട് ഉണ്ടാവുമെന്നാണ് ഇവിടെ പറയുന്നത്. ഇനി സെക്കൻഡ് നോക്കുകയാണെങ്കിൽ, ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലയബിലിറ്റി ഇൻ ടോർട്ട്. അതായത് ടോർട്ടിലെ ലയബിലിറ്റിയിൽ വരുന്ന ജനറൽ പ്രിൻസിപ്പിളിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ നോക്കുന്നത്. അതിൽ ആദ്യം തന്നെ വരുന്നത് ഫോൾട്ട് ബേസ്ഡ് ലയബിലിറ്റി ആണ്. നമുക്ക് ഫോൾട്ട് ബേസ്ഡ് ലയബിലിറ്റി എന്താണെന്ന് നോക്കാം. ഇവിടെ ഫോൾട്ട് ബേസ്ഡ് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ടോർട്ട് നടന്നാൽ ഡിഫൻഡൻറ്റിന് ലയബിലിറ്റി വരാൻ വേണ്ടിയിട്ട് ഡിഫൻഡൻറ്റിൻ്റെ ഭാഗത്ത് ഒരു ഫോൾട്ട് ഉണ്ടായിരിക്കണം. ഒന്നും കൂടെ ക്ലിയർ ആക്കി പറഞ്ഞുതരാം. ഒരു ടോർട്ട് അവിടെ ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഡിഫൻഡൻറ്റിൻ്റെ ഭാഗത്ത് ഒരു ഫോൾട്ട് ഉണ്ടായിരിക്കണം. അതായത് ഡിഫൻഡൻറ്റിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ മാത്രമാണ് അതൊരു ടോർട്ടായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് ഇൻറ്റൻഷണൽ ആയിരിക്കും. അതായത് ഇൻറ്റൻഷനലി റോങ് ചെയ്തത്, അല്ലെങ്കിൽ നെഗ്ലിജൻസ് കൊണ്ടായിരിക്കും, കെയർ കൊടുക്കാത്തത് കൊണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ നെഗ്ലിജൻസ് എന്ന് പറയുന്നത്, നെഗ്ലിജൻസ് ആണ് ടോട്ടൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വേർഡ് എന്ന് പറയുന്നത്. നെഗ്ലിജൻസ് എന്താണ്? നെഗ്ലിജൻസ് മീൻസ് ഡ്യൂട്ടി ഓഫ് കെയർ പ്ലസ് ബ്രീച്ച് പ്ലസ് ഡാമേജ്. അതായത് ഡ്യൂട്ടി ഓഫ് കെയർ കൊടുത്തില്ല, അതിൽ പിന്നെ ബ്രീച്ച് ഉണ്ടാവും, ഡാമേജ് ഉണ്ടാവും. ഈ മൂന്നും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് അവിടെ നെഗ്ലിജൻസ് കോസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ഡ്യൂട്ടി ഓഫ് കെയർ, ബ്രീച്ച്, ഡാമേജ്. അതായത് ഡ്യൂട്ടി ഓഫ് കെയർ കൊടുത്തില്ല, ബ്രീച്ച് ഉണ്ടാവും, ഡാമേജ് ഉണ്ടാവും. ഇതൊക്കെ കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നെഗ്ലിജൻസ് ഉണ്ടാകുന്നത്. ഇതിലൊരു പേഴ്സണിൻ്റെ ഡ്യൂട്ടി ഉണ്ട്. ഒരു പേഴ്സണിൻ്റെ ഡ്യൂട്ടി അയാൾ ആ പാർട്ടിൽ നിന്ന് ബ്രേക്ക് ചെയ്യാണ്. ദാറ്റ് റിസൾട്ടിങ് ഇൻ ഹാം. അങ്ങനെ ഹാമിലേക്ക് റിസൾട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ലയബിലിറ്റി ഉണ്ടാവും. അത്രയേ ഉള്ളൂ. അതാണ് നെഗ്ലിജൻസിൽ പറയുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ് ലോ എന്ന് പറയുന്നത് ഡൊണോഗ് വേഴ്സസ് സ്റ്റീവൻസൺ ആണ്. ഡൊണോഗ് വേഴ്സസ് സ്റ്റീവൻസൺ 1932 ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ് ലോ ആണ്. എക്സാംസിനൊക്കെ നമ്മൾ മെയിൻലി കണ്ടുവരുന്ന കേസ് ലോ ആണ്. എന്താണ് ഈ കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയതാണ്. എന്താണ്? ഒരു ലേഡി ഒരു ജിഞ്ചർ ബിയർ കുടിക്കുകയാണ്. ആ ജിഞ്ചർ ബിയറിൻ്റെ ബോട്ടിലിൽ ഏറ്റവും ലാസ്റ്റ് ഭാഗത്ത് ഒരു ഡീകമ്പോസ്ഡ് സ്നെയിലിൻ്റെ പാർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. സോ അത് കാരണം കൊണ്ട് അവർക്ക് വയ്യായ്ക വന്നു. സോ കോർട്ട് എന്താ പറഞ്ഞത്? മാനുഫാക്ചറിന് ഡ്യൂട്ടി ഉണ്ട്, കൺസ്യൂമറിന് കെയർ കൊടുക്കണം. അതായത് ഇത് മാനുഫാക്ചർ ചെയ്യുന്ന വ്യക്തി ആരാണോ അവർ കൺസ്യൂമറിൻ്റെ കെയറും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം സച്ച് പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ആണ് ഡ്യൂട്ടി ഓഫ് കെയർ എന്ന പ്രിൻസിപ്പിൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇവിടെ ഡ്യൂട്ടി ഓഫ് കെയറിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്.
ഇനി ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു ഡ്രൈവർ റോഡിലൂടെ കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്ത് പോകണം എന്നാണ് പറയാം. അയാൾ റെക്ലെസ് ആയിട്ട് ഡ്രൈവ് ചെയ്ത് പെഡസ്ട്രിയനെ ഹിറ്റ് ചെയ്താൽ അവിടെ നെഗ്ലിജൻസിന് ലയബിലിറ്റി ആർക്കാണ് വരിക? ആ ഡ്രൈവറിനാണ് വരിക. റോഡിലൂടെ നടന്നു പോകുന്ന പെഡസ്ട്രിയനെ ഇടിച്ചു കഴിഞ്ഞാൽ ആ ഡ്രൈവർക്കായിരിക്കും നെഗ്ലിജൻസിൻ്റെ ലയബിലിറ്റി വരിക. ഇനി ഇൻറ്റൻഷൻ ബേസ്ഡ് ലയബിലിറ്റിയിൽ ഒരാളുടെ ആക്ട് ഇൻറ്റൻഷനലി റോങ് ആയാലും ലയബിലിറ്റി വരും. അതായത് ഇൻറ്റൻഷനലി റോങ് ആയാലും അവിടെ ആ ആക്ട് കൊണ്ട് ആർക്കെങ്കിലും ഡാമേജോ ഇഞ്ചുറിയോ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കലി ലയബിലിറ്റി വരും എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു പേഴ്സൺ വേറൊരു പേഴ്സണിനെ തല്ലിയാൽ, ഫോൾസ് ഇംപ്രിസൺമെൻറ്റ് ചെയ്താൽ അത് ഇൻറ്റൻഷനലി ടോട്ടൽ ലയബിലിറ്റി വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. എങ്ങനെയാണ്? ഒരാളെ തല്ലിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ ഫോൾസ് ആയിട്ട് ഇംപ്രിസൺമെൻറ്റ് തടങ്കലിൽ വെച്ചാലും അത് ഇൻറ്റൻഷണൽ ടോട്ടായിട്ട് ലയബിലിറ്റി വരാം. ഓക്കെ, എന്താ പറയുക, ഒരു പേഴ്സണിനെ എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന ഒരു വ്യക്തിനെ ഒരു പെർട്ടിക്കുലർ ടൈമിലേക്ക് റൂമിൽ ലോക്ക് ചെയ്തിട്ട് പുറത്ത് പോകാനായിട്ട് സമ്മതിക്കുന്നില്ല. ഈവൻ 10 minutes ആണെങ്കിലും ഇതിനെ ഫോൾസ് ഇംപ്രിസൺമെൻ്റ് ആണ് പറയുക. അതായത് അന്യായമായിട്ട് തടങ്കലിൽ വെക്കാനാണ് പറയുക. അപ്പോൾ ഇതൊരു ഇൻറ്റൻഷണൽ ആയിട്ടുള്ള ടോർട്ടാണ്, അതിൽ ഫോൾട്ട് ഉണ്ടെന്നാണ് പറയുക. ഇനി ഇതിൽ മാലിസ് എന്ന് പറയുന്ന ഒരു വേർഡ് വരുന്നുണ്ട്. മാലിസ് എന്താണ്? ഇൽ വിൽ ഓർ ബാഡ് ഇൻറ്റൻഷൻ, ഇല്ലായിട്ടുള്ള വില്ലോ അല്ലെങ്കിൽ ബാഡ് ഇൻറ്റൻഷൻ എന്നാണ് മാലിസിനെ പറയുന്നത്. ഒരാളുടെ ആക്ട് ഇൻറ്റൻഷൻ ഇല്ലെങ്കിലും മാലിസ് ഉണ്ടെങ്കിലും ലയബിലിറ്റി വരും. അപ്പോൾ ഇൻറ്റൻഷൻ ഇല്ലെങ്കിലും മാലിസ് ഉണ്ടെങ്കിലും, മാലിസ് ഉണ്ടാവണം, മാലിസ് ഉണ്ടായിട്ട് ഇൻറ്റൻഷൻ ഇല്ലെങ്കിൽ, ഒരാളുടെ ആക്ടിൽ ഇൻറ്റൻഷൻ ഇല്ല മാലിസ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ, അതായത് ബാഡ് ആയിട്ടുള്ളൊരു ഇൻറ്റൻഷൻ ആണുള്ളതെന്നുണ്ടെങ്കിൽ ലയബിലിറ്റി വരും. എക്സാമ്പിൾ എന്താണ്? ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടർ അറിഞ്ഞുകൊണ്ട് റെക്ലെസ്ലി ഫോൾസ് ന്യൂസ് പബ്ലിഷ് ചെയ്താൽ അത് ഡീഫമേഷനാണ് വരിക. അതായത് ഒരു ന്യൂസ് റിപ്പോർട്ടർ അറിഞ്ഞുകൊണ്ടാണ് ഒരു ഫോൾസ് ആയിട്ടൊരു ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്, അതായത് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അത് ഡീഫമേഷൻ്റെ സെക്ഷനിലാണ് വരിക. അതിൻ്റെ കേസ് ലോ പറയുകയാണെങ്കിൽ ആർ വി ന്യൂസ്റ്റഡ് ആണ് കേസ് വരുന്നത്. അപ്പോൾ അതിലെന്താ പറയുന്നത്? വൺ ന്യൂസ്റ്റഡ് കൺവിക്റ്റഡ് ഓഫ് ബൈഗമി, അതായത് ഒരു ന്യൂസ്റ്റഡ് ഒരു ബൈഗമി കൺവിക്റ്റ് ചെയ്തു, പേപ്പർ പബ്ലിഷ്ഡ്. അനദർ ഇന്നസെൻറ്റ് ന്യൂസ്റ്റൻസിൻ്റെ റെപ്യൂട്ടേഷൻ ഡാമേജ് ആയി, അവിടെ ലയബിലിറ്റി ആണ് വരുന്നത്. മാലിസ് എന്നുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. മാലിസ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൺ എഗെയിൻസ്റ്റ് വിൽ, അതായത് മാലിസ് എന്ന ഒരു പേഴ്സണിൻ്റെ വില്ലിന് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ റെക്ലെസ് ബിഹേവിയർ കൊണ്ട് ചെയ്യുന്ന ആക്ടിനെയാണ് മാലിസ് എന്ന് പറയുന്നത്. ഇതിൽ ഫോൾട്ട് ക്ലിയർ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഇവിടെ എന്താ പറയുക, ഫോൾട്ട് ബേസ്ഡ് ലയബിലിറ്റിയിൽ ഇപ്പോൾ നമ്മൾ ഫോൾട്ട് ബേസ്ഡ് ലയബിലിറ്റിയാണ് നോക്കിയത്. ഇവിടെ നമ്മുടെ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ നെഗ്ലിജൻസ് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റണം, എന്നാലേ അത് ഫോൾട്ട് ബേസ്ഡ് ലയബിലിറ്റി ആയിട്ട് വരുള്ളൂ. ഇനി നോ ഫോൾട്ട് ബേസ്ഡ് ലയബിലിറ്റിയിൽ വരുമ്പോൾ സ്ട്രിക്റ്റ് അല്ലെങ്കിൽ ആബ്സല്യൂട്ട് ലയബിലിറ്റിയാണ് വരിക. നമ്മൾ ആബ്സല്യൂട്ട് ലയബിലിറ്റി സ്ട്രിക്റ്റ് ലയബിലിറ്റി എന്താണെന്ന് നോക്കും. അപ്പോൾ സ്ട്രിക്റ്റ് ലയബിലിറ്റി ഒക്കെ നോക്കും. അപ്പോൾ അതും നോ ഫോൾട്ട് ലയബിലിറ്റിയിൽ സ്ട്രിക്റ്റ് അല്ലെങ്കിൽ ആബ്സല്യൂട്ട് ലയബിലിറ്റി വരും. അവിടെ എന്താണ്? പ്രൂഫ് വേണ്ട, ഹാം ഉണ്ടായാൽ മാത്രം മതി, ജസ്റ്റ് ഹാം ഉണ്ടായി എന്നൊരു ഇത് മാത്രം മതി നോ ഫോൾട്ട് ലയബിലിറ്റിയിൽ അവിടെ വരാൻ, പ്രൂഫിൻ്റെ ആവശ്യമില്ല. നെഗ്ലിജൻസ് അല്ലെങ്കിൽ ഇൻറ്റൻഷൻ പ്രൂവ് ചെയ്തിട്ടല്ലാതെ ഡിഫൻഡൻറ്റിനെ ലയബിൾ ആക്കാനായിട്ട് പറ്റും. നെഗ്ലിജൻസ് അല്ലെങ്കിൽ ഇൻറ്റൻഷനിൽ പ്രൂവ് ചെയ്തിട്ടല്ലാതെ നമുക്ക് ഡിഫൻഡൻറ്റിനെ ലയബിൾ ആക്കാനായിട്ട് പറ്റും. അതാണ് ഫോൾട്ട് ബേസ്ഡ് ലയബിലിറ്റി. പക്ഷേ സ്ട്രിക്റ്റ് ലയബിലിറ്റിയിൽ അതൊന്നും വേണ്ട, ജസ്റ്റ് എസ്കേപ്പ് നടന്നാൽ അവിടെ ലയബിലിറ്റി വരും. സോ നമുക്കിനി സ്ട്രിക്റ്റ് ലയബിലിറ്റി എന്താണെന്ന് നോക്കാം. സ്ട്രിക്റ്റ് ലയബിലിറ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ടു ഡൊണോഗ് വേഴ്സസ് സ്റ്റീവൻസൻ്റെ കേസ് കണ്ടു, നെഗ്ലിജൻസിലെ ഡൊണോഗ് വേഴ്സസ് സ്റ്റീവൻസൻ്റെ കേസ് കണ്ടു. അത് ജിഞ്ചർ ബിയർ ബോട്ടിലിൻ്റെ കേസാണ്. ഇനി റിലയൻസ് വേഴ്സസ് ഫ്ലെച്ചറാണ് നമ്മുടെ നെക്സ്റ്റ് കേസ് ലോ എന്ന് പറയുന്നത്. അത് സ്ട്രിക്റ്റ് ലയബിലിറ്റിയുടെ കീഴിൽ വരുന്ന ഒരു കേസ് ലോ ആണ് റിലയൻസ് വേഴ്സസ് ഫ്ലെച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കേസ് എന്താണെന്ന് നോക്കാം. In the case Reliance vs. Fletcher, 1868, the defendant was held strictly liable for damages caused when his reservoir. അതായത് ഇതിലെ ഡിഫൻഡൻ്റ് എന്ന് പറയുന്നത് ജോൺ റിലയൻസ് ആണ്. അയാൾ ഒരു റിസർവോയർ ബിൽഡ് ചെയ്തു ഓൺ ഹിസ് ലാൻഡ് ടു സപ്ലൈ വാട്ടർ ഫോർ ഹിസ് മിൽ. അതായത് അയാൾക്കൊരു മില്ലുണ്ട്, അയാൾ ഓൺ ചെയ്യുന്ന ഒരു മില്ലുണ്ട്. ആ മില്ലിലേക്ക് വെള്ളം സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അയാളൊരു റിസർവോയർ പണിതു. അയാളുടെ ലാൻഡിൽ തന്നെയാണ് അത് പണിതത്. കോൺട്രാക്ടേഴ്സ്, ഹി ഹയർഡ് ഇൻഡിപെൻഡൻറ്റ് കോൺട്രാക്ടേഴ്സ് ടു ബിൽഡ് ഇറ്റ്. അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കോൺട്രാക്ടേഴ്സിനെയാണ് ആ റിസർവോയർ പണിയാൻ വേണ്ടിയിട്ട് ഇയാൾ ഹയർ ചെയ്തത്. ഈ ഡിഫൻഡൻ്റ് ആയിട്ടുള്ള ജോൺ റിലയൻസ് എന്ന് പറയുന്ന വ്യക്തി ഹയർ ചെയ്തത്. ഇതിൽ അണ്ടർലൈൻ ഇഷ്യൂ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ദ റിസർവോയർ വാസ് ബിൽഡ്
built over old disused mine shafts that were not known to Reliance or its contractors. അതായത് ഈ റിസർവോയർ എന്താണ് വളരെ ഓൾഡ് ആയിട്ടുള്ള ഡിസ്യൂസ്ഡ് മൈൻ ഷാഫ്റ്റ്സ് വെച്ചിട്ടാണ് ഈ റിസർവോയർ ഉണ്ടാക്കിയത്. അതായത് അത്രയും ബാഡ് ആയിട്ടുള്ള സ്റ്റഫ്സ് വെച്ചിട്ടാണ് ഈ റിസർവോയർ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് റിലയൻസിനോ അയാളുടെ കോൺട്രാക്ടേഴ്സിനോ അറിയില്ല. ദ ഇൻസിഡൻറ്റ് വെൻ ദ റിസർവോയ്സ് വാസ് ഫിൽഡ്, അതായത് ഈ റിസർവോയർ ഫില്ലായപ്പോൾ ദ വാട്ടർ ബേഴ്സ്റ്റ് ത്രൂ ദ ഷാഫ്റ്റ്സ് ആൻഡ് ഫ്ലഡഡ് റിലയൻസ് നൈബറിങ് കോൾ മൈൻ. അതായത് ഈ ഷാഫ്റ്റ്സിലൂടെയൊക്കെ അതായത് വിള്ളലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻസിഡൻറ്റ് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർവോയർ ഫുള്ളായ സമയത്ത് വെള്ളത്തിൻ്റെ ഫോഴ്സ് കൂടി വെള്ളം ബേസ്റ്റ് ചെയ്ത് വന്നിട്ട് ആ ഷാഫ്റ്റ്സിലൂടെ പുറത്തേക്ക് പോയിട്ട് ഫ്ലഡ് വന്നിട്ട് റിലയൻസിൻ്റെ തൊട്ടടുത്തുള്ള ഒരു മൈനുണ്ട്, ഒരു കോൾ മൈനുണ്ട്. ആ കോൾ മൈനിലേക്ക് വെള്ളം ഫ്ലഡായിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ ഓപ്പറേറ്റിംഗ് ബൈ ദ പ്ലെയിൻറ്റിഫ്, അവിടെ ആ ഫ്രണ്ട് എന്ന് പറയുന്ന ആ നെയ്ബറിൻ്റെ പേരാണ് നമ്മുടെ പ്ലെയിൻറ്റിഫ് ആരാണ്? തോമസ് ഫ്ലെച്ചർ. അപ്പോൾ തോമസ് ഫ്ലെച്ചറിൻ്റെ കോൾ മൈനിലേക്കാണ് ഈ വെള്ളം അരച്ചിട്ട് കയറിയത്. അപ്പോൾ ഇവിടെ പ്ലെയിൻറ്റിഫിൻ്റെ ക്ലെയിം എന്താ വരുന്നത്? ഫ്ലെച്ചർ സ്യൂഡ് റിലയൻസ് ഫോർ ഹിസ് ഡാമേജസ് ദാറ്റ് ഫോഴ്സ്ഡ് ഹിം ടു അബാൻഡൻ ഹിസ് മൈൻ. അതായത് അദ്ദേഹത്തിൻ്റെ മൈൻ അബാൻഡൻ ചെയ്തു, അദ്ദേഹത്തിന് ഡാമേജ് ഉണ്ടായി. ഓട്ടോമാറ്റിക്കലി ഈ എന്താ പറയുക, റിലയൻസിൻ്റെ റിസർവോയറാണ് ഫില്ലായിട്ട് വെള്ളം ബേസ്റ്റ് ചെയ്തിട്ട് അപ്പുറത്തുള്ള കോൾ മൈനിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ എന്തായാലും പ്ലെയിൻറ്റിഫിന് അവിടെ ഡാമേജസ് ഉണ്ടാവും. ആ ഡാമേജസിന് വേണ്ടിയിട്ടാണ് ക്ലെയിം ചെയ്തത്. സോ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന പ്രിൻസിപ്പിൾ സ്ട്രിക്റ്റ് ലയബിലിറ്റി ആണ്. ദ കോർട്ട് റൂൾ ദാറ്റ് റിലയൻസ് വാസ് ലയബിൾ. എന്താണ്? റിലയൻസ് ആണ് ലയബിൾ. കാരണം റിലയൻസ് ആണ് ആ പ്രോപ്പർട്ടിയുടെ, ആ ഒരു സോ കോൾഡ് പ്രോപ്പർട്ടിയുടെ ഓണർ എന്ന് പറയുന്നത്. അപ്പോൾ റിലയൻസ് ആയിരിക്കും അതിൻ്റെ ലയബിലിറ്റി ബെയർ ചെയ്യേണ്ടി വരിക റിലയൻസ് ആയിരിക്കും. ഈവൻ ദോ ഹി വാസ് നോട്ട് നെഗ്ലിജൻറ്റ് ആൻഡ് ഹാഡ് കോൺട്രാക്ട്സ് ഹു ഫെയിൽ ടു നോട്ടീസ് ദ ഷാഫ്റ്റ്. അതായത് ഈവൻ ദോ, അതായത് ഇഫ് അങ്ങേർക്ക് അറിയില്ലെങ്കിൽ കൂടെ, റിലയൻസിന് അറിയില്ല, റിലയൻസ് ഒരു എന്താ പറയുക, അയാളുടെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ മാത്രമേ ചെയ്തുള്ളൂ. ഇപ്പുറത്തുള്ള ആൾക്ക്, അതായത് ഫ്ലെച്ചറിന് ഒരു ഡാമേജും ഉണ്ടാവണം എന്നുള്ള ഇൻറ്റൻഷനിലല്ല റിലയൻസ് ഈ ഒരു ആക്ട് ചെയ്തത്. ഈവൻ ദോ ഹി വാസ് നോട്ട് നെഗ്ലിജൻറ്റ്, അതുകൊണ്ട് തന്നെ അയാൾ ഒരിക്കലും നെഗ്ലിജൻ്റ് ആയിരിക്കില്ല. അതായത് നെഗ്ലിജൻ്റ് ആക്ട് ചെയ്യണം എന്നുള്ള ആ ഇൻറ്റൻഷനിൽ ചെയ്യാത്തത് കൊണ്ട് അയാൾ നെഗ്ലിജൻ്റ് അല്ലെങ്കിൽ കൂടെ. അതുപോലെ തന്നെ ഹയർഡ് കോൺട്രാക്ട് ഹു ഫെയിൽ ടു നോട്ടീസ് ദ ഷാഫ്റ്റ്, അതായത് ആ വിള്ളലുകളും പൊട്ടലും കോൺട്രാക്ടേഴ്സിന് പോലും അറിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഹയർ ചെയ്ത കോൺട്രാക്ടേഴ്സിനും അതറിഞ്ഞില്ലെങ്കിൽ കൂടെ അയാൾ ലയബിൾ ആവുന്നതാണ് സ്ട്രിക്റ്റ് ലയബിലിറ്റിയിൽ പറയുന്നത്. റൂൾ എങ്ങനെയാണ്? ദ കേസ് എസ്റ്റാബ്ലിഷ് ദ റൂൾ ദാറ്റ് എ പേഴ്സൺ ഹു കളക്ട്സ് ആൻഡ് കീപ് ദെയർ ഓൺ ദെയർ ലാൻഡ് എനിത്തിങ് ലൈക്ലി ടു കോസ് മിസ്ചീഫ് ഇഫ് ഇറ്റ് എസ്കേപ്പ് ഈസ് ആൻസറബിൾ ഫോർ ദ നേച്ചുറൽ കൺസിക്വൻസ് ഓഫ് ഇറ്റ് എസ്കേപ്പ്. അതായത് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സാധനം, അതായത് ഡാമേജ് കോസ് ചെയ്തേക്കാവുന്ന അങ്ങനെ ഒരു എന്താ പറയുക, ഒരു പ്രോബബിലിറ്റി, ഒരു സംഭവിച്ചേക്കാം എന്നുള്ളൊരു ചാൻസ് ഉള്ളൊരു വസ്തു നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ, അതായത് അതിനാൽ ഒരു ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസസ് മറ്റൊരാൾ ബെയർ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു ഇൻറ്റൻഷനിൽ ഒരു സാധനം കീപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ സ്ട്രിക്റ്റ് ലയബിലിറ്റി ആണ് എന്താ പറയുക എസ്റ്റാബ്ലിഷ്ഡ് ആവുക. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നോ ഫോൾട്ട് ലയബിലിറ്റി ആണ് വരിക. ദിസ് എസ്റ്റാബ്ലിഷ്ഡ് എ നോ ഫോൾട്ട് ലയബിലിറ്റി, മീനിങ് എ പേഴ്സൺ ക്യാൻ ബി ഹെൽഡ് റെസ്പോൺസിബിൾ ഫോർ ഡാമേജസ് ഫ്രം എ ഡേഞ്ചറസ് ആക്ടിവിറ്റി. അതായത് അയാൾ ചെയ്തത് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്, ഓർ സബ്സ്റ്റൻസ് ഈവൺ ഇഫ് ദേ വേർ ഇൻ നെഗ്ലിജൻറ്റ് ഓർ ഡിഡിൻറ്റ് ഇൻറ്റൻറ്റ് ടു കോസ് ഹാം. അതായത് അത് അത്രയും ഡേഞ്ചറസ് അല്ലെങ്കിലും നെഗ്ലിജൻ്റ് ആക്ട് അല്ലെങ്കിൽ ഹാം കോസ് ചെയ്യാനുള്ള ഇൻറ്റൻറ്റ് അവിടെ ഇല്ലെങ്കിൽ കൂടെയും ആ ഡാമേജസിന് അയാൾ ലയബിളായിരിക്കും. അതായത് ഒരു ഫോൾട്ടും ഇല്ലാതെ തന്നെ അവിടെ ലയബിലിറ്റി വരും എന്നാണ് റിലയൻസ് എസ് ഫ്ലെച്ചർ കേസിലൂടെ സ്ട്രിക്റ്റ് ലയബിലിറ്റി കൂടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ആബ്സല്യൂട്ടായിട്ടുള്ള ലയബിലിറ്റിയാണ്. ഇപ്പോൾ നമ്മൾ നോ സ്ട്രിക്റ്റ് ലയബിലിറ്റി കണ്ടു, സ്ട്രിക്റ്റ് ലയബിലിറ്റി കണ്ടു. ഇനി നമ്മൾ നോക്കുന്നത് ആബ്സല്യൂട്ട് ആയിട്ടുള്ള ലയബിലിറ്റീനെ കുറിച്ചാണ്. ആബ്സല്യൂട്ട് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ആബ്സല്യൂട്ട് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഡിഫൻഡൻറ്റിന് അവിടെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി, കംപ്ലീറ്റ്ലി 100% ഡിഫൻഡൻ്റ് അവിടെ ലയബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ ഡിഫൻഡൻറ്റിന് ഒരു ലൂപ്പ് ഹോൾ പോലും എസ്കേപ്പ് ആവാനായിട്ട് ഉണ്ടാവില്ല. ഒരു ഹാം ഉണ്ടായെന്നുണ്ടെങ്കിൽ ഡിഫൻഡൻ്റ് അവിടെ 100% ലയബിളാണ്. നോ എക്സ്ക്യൂസസ്, നോ ഡിഫൻസസ്. ഇനി അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്, ഒറിജിൻ എവിടെ നിന്നാണ് വരുന്നത്? ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യയിലെ MC മേത്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1987 ആ കേസാണ്
ആബ്സല്യൂട്ട് ലയബിലിറ്റിയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത്. നമ്മൾ കണ്ടു നോ ലയബിലിറ്റിയിൽ നോ ഫോൾട്ട് ലയബിലിറ്റിയിൽ ഏതാണ് കേസ് വന്നത്? ഡൊണോഗ് വേഴ്സസ് സ്റ്റീവൻസൺ ആണ്. അതേപോലെ തന്നെ സ്ട്രിക്റ്റ് ലയബിലിറ്റിയിൽ റിലയൻസ് വേഴ്സസ് ഫ്ലെച്ചറിനെ കണ്ടു. ഇനി ആബ്സല്യൂട്ട് ലയബിലിറ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കേസാണ് MC മേത്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1987. ഇതിലാണ് ഒളിയം ഗ്യാസ് ലീക്ക് കേസ് എന്ന് പറയുന്നത്. ഒളിയം ഗ്യാസ് ലീക്ക് കേസ്. ഈ കേസിൻ്റെ റെലവൻസ് എന്തൊക്കെയാണ്, ഈ കേസിലെ ഫാക്ട്സും കാര്യങ്ങളും എന്താണെന്ന് നമുക്ക് നോക്കാം. ഡൽഹിയിൽ ഒരു ശ്രീറാം ഫാക്ടറിയിൽ നിന്നും ഒളിയം ഗ്യാസ് ലീക്ക് ചെയ്തു. അപ്പോൾ എന്താണ്, പബ്ലിക്കിന് അവിടെ സീരിയസ് ആയിട്ട് ഡാമേജ് ഉണ്ടായി. കോർട്ട് പറഞ്ഞു സ്ട്രിക്റ്റ് ലയബിലിറ്റിയിൽ എക്സെപ്ഷൻസ് ഉണ്ട്, സ്ട്രിക്റ്റ് ലയബിലിറ്റിയിൽ അവിടെ എക്സെപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇന്ത്യ പോലൊരു ഡെവലപ്പിംഗ് കൺട്രിയിൽ ഹസാർഡസ് ഇൻഡസ്ട്രീസ് റൺ ചെയ്യുമ്പോൾ പബ്ലിക് സേഫ്റ്റിയാണ് അവിടെ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആബ്സല്യൂട്ട് ആയിട്ടുള്ള ലയബിലിറ്റി ആണ്. സോ നോ എക്സെപ്ഷൻ അറ്റ് ഓൾ. അതാണ് ഈ കേസിൽ കോർട്ട് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നെഗ്ലിജൻസ് ഇല്ല എന്ന് പറയുമ്പോൾ, സ്ട്രേഞ്ചർ ഉണ്ട് എന്ന് പറയുമ്പോൾ, ആക്ട് ഓഫ് ഗോഡ് ആണെന്ന് പറയുമ്പോൾ ഇതിലും ഡിഫൻഡൻറ്റിന് എസ്കേപ്പ് ഇല്ല. ബിക്കോസ് അവനെയാണ് ആരാണോ ചെയ്തത് അയാൾക്കാണ് അവിടെ ബെനിഫിറ്റ് കിട്ടുന്നത്. ഹസാർഡ് ആക്ടിവിറ്റിയിൽ നിന്നും അയാൾക്കാണ് അവിടെ ബെനിഫിറ്റ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ബേർഡനും അയാളുടെയാണ്. ഇപ്പോൾ നെഗ്ലിജൻസ് ഇല്ല എന്ന് പറയുകയാണ്, അപ്പോൾ അവിടെ സ്ട്രേഞ്ചർ ഉണ്ടെന്ന് പറയുകയാണ്, ആക്ട് ഓഫ് ഗോഡ് ആണെന്ന് പറയുകയാണെങ്കിൽ കൂടെ ആ ഡിഫൻഡൻറ്റിന് അവിടെ നിന്ന് എസ്കേപ്പ് ഇല്ല. കാരണം അതിൻ്റെ അതിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാം കിട്ടുന്നത്, ഇപ്പോൾ അങ്ങനെ ഒരു ഗ്യാസ് ലീക്ക് ഉണ്ടായാലും ആ സൊസൈറ്റിക്ക് നഷ്ടം ഉണ്ടായാലും ആ ഡിഫൻഡൻറ്റിന് ഒരു ബെനിഫിറ്റ് അവിടെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ആ ആക്ടിവിറ്റിയിൽ നിന്നും അങ്ങനെ കിട്ടുമ്പോൾ, ഹസാർഡസ് ആക്ടിവിറ്റിയിൽ നിന്നും അങ്ങനെ കിട്ടുമ്പോൾ ആ ബേർഡനും കൂടെ അയാളുടെ ആവാണ്. ഇനി നമുക്ക് അബ്സല്യൂട്ട് ലയബിലിറ്റിയുടെ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കേസ് മനസ്സിലായി എന്താണ് MC മേത്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിൽ എന്താണ് ഒളിയം ഗ്യാസ് ലീക്ക് കേസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അത്രയും ഹസാർഡസ് ആയിട്ടുള്ളൊരു ഗ്യാസ് ലീക്ക് ചെയ്തു, പബ്ലിക്കിന് അത്രയും അധികം സീരിയസ് ഡാമേജസ് ഉണ്ടായി. അപ്പോൾ കോർട്ട് എന്താ പറഞ്ഞത്, പബ്ലിക് സേഫ്റ്റിയാണ് ഇവിടെ ഫസ്റ്റ്. സ്ട്രിക്റ്റ് ലയബിലിറ്റിയിൽ ഇവിടെ കുറേ അധികം എക്സെപ്ഷൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല. പബ്ലിക് സേഫ്റ്റിക്ക് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ അവിടെ ആബ്സല്യൂട്ട് ലയബിലിറ്റി ആയിരിക്കും വരിക. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ആ ഡൽഹിയിലെ ആ ഫാക്ടറിക്ക് ആയിരിക്കും ഉണ്ടാവുക. ഇനി നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് ആബ്സല്യൂട്ട് ലയബിലിറ്റി നോക്കാം. അതിലെന്താണ്, എക്സെപ്ഷൻസ് ഒരിക്കലും ഉണ്ടാവില്ല. നോ എക്സെപ്ഷൻസ് അൺലൈക്ക് സ്ട്രിക്റ്റ് ലയബിലിറ്റി. ഇപ്പോൾ സ്ട്രിക്റ്റ് ലയബിലിറ്റിയിൽ നമുക്ക് ഒരുപാട് എക്സെപ്ഷൻസ് ഉണ്ട്. ഹിയർ ആക്ട് ഓഫ് ഗോഡ് ഉണ്ട്, സ്ട്രേഞ്ചർ ഉണ്ട്, കൺസെൻറ്റ് ഉണ്ട്. അതിനൊന്നും നമുക്ക് ഡിഫെൻസ് ആക്കാനായിട്ട് അബ്സല്യൂട്ട് ലയബിലിറ്റിയിൽ പറ്റില്ല. ഒരു എക്സെപ്ഷൻസും ഇല്ല എന്നാണ് പറയുന്നത്. ഇനി ഹസാർഡസ് ആക്ടിവിറ്റിയാണ് അടുത്ത ഫീച്ചർ. ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ കെമിക്കൽ, ഗ്യാസ്, ന്യൂക്ലിയർ എക്സെട്ര ഇതെല്ലാം ഹസാർഡസ് ആക്ടിവിറ്റി ആയിട്ട് അബ്സല്യൂട്ട് ലയബിലിറ്റിയിൽ കൺസിഡർ ചെയ്യുന്നു. ഇനി ഇതിൽ വരുന്നത് പബ്ലിക് സേഫ്റ്റിയാണ്. ഫസ്റ്റ് കോർട്ട് എന്താ പറയുന്നത്, കമ്പനി ഏൺസ് പ്രോഫിറ്റ് ഫ്രം ഡേഞ്ചറസ് ആക്ടിവിറ്റി. അതായത് ഈ ഒരു ഡേഞ്ചറസ് ആക്ടിവിറ്റി, അതായത് ഇങ്ങനെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം കൈകാര്യം ചെയ്യണത് വഴി ആ കമ്പനിക്ക് ബെനിഫിറ്റാണ് കിട്ടുന്നത്. ഇപ്പോൾ ഒളിയം ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലീക്കായി കഴിഞ്ഞാൽ സൊസൈറ്റിക്ക് അത്രയും അധികം ഡാമേജസും ഡേഞ്ചറസും ആണെന്ന് ആ ഫാക്ടറിക്ക് അറിയാം. എന്നിട്ട് കൂടെ ആ ഫാക്ടറി അതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളും ചെയ്യാണ്. ആ ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് വെച്ചിട്ടാണ് അവരുടെ ഫാക്ടറി റൺ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് വഴി, അങ്ങനെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം ചെയ്യുന്നത് വഴി അതിൻ്റെ ബെനിഫിറ്റും ആ ഫാക്ടറിക്കാണ് കിട്ടുന്നത്. സോ ഇറ്റ് മസ്റ്റ് ബെയർ ഫുൾ റെസ്പോൺസിബിലിറ്റി. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും, അത് കാരണം ഉണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങൾക്കും ഇഷ്യൂസിനുമുള്ള കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റിയും ആ ഫാക്ടറി ഏറ്റെടുക്കണം എന്നാണ് ഇവിടെ ഈ കേസിലൂടെ കോർട്ട് പറഞ്ഞത്. അതിന് കോമ്പൻസേഷൻ പ്രിൻസിപ്പിൾ നോക്കാം. വിക്ടിംസിനെ ഫുള്ളി കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഈ കമ്പനി, അതായത് ഈ ഫാക്ടറി ഇത് കൈകാര്യം ചെയ്യുന്നത് ആരാണോ അബ്സല്യൂട്ട് ലയബിലിറ്റിയിൽ ആ വിക്ടിംസിനെ, അതുകൊണ്ട് ഡാമേജസ് ഉണ്ടായ, ഇഞ്ചുറീസ് ഉണ്ടായ കംപ്ലീറ്റ് വിക്ടിംസിനും കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റണം. എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി, അതിൽ യൂണിയൻ കാർബൈഡ് ഗ്യാസ് ലീക്ക്, അങ്ങനെ ഒരു ഗ്യാസാണ് അവിടെ ലീക്കായത്. തൗസൻഡ്സ് ഓഫ് പീപ്പിളാണ് അതിൽ മരിച്ചത്. ഇപ്പോൾ കോർട്ട് അപ്ലൈഡ് ആബ്സല്യൂട്ട് ലയബിലിറ്റി പ്രിൻസിപ്പിൾ. അപ്പോൾ അങ്ങനെ ഒരു ഗ്യാസ് ട്രാജഡി ഉണ്ടായപ്പോൾ കോർട്ട് അവിടെ ആബ്സല്യൂട്ട് ലയബിലിറ്റി പ്രിൻസിപ്പിളാണ് അപ്ലൈ ചെയ്തത്. ഇഫ് എ കെമിക്കൽ ഫാക്ടറി ലീക്സ് പോയ്സണസ് ഗ്യാസ് ആൻഡ് വില്ലേജസ് ഗെറ്റ് സിക്ക്, അതായത് ഇതുപോലൊരു ഫാക്ടറിയിൽ നിന്ന് കെമിക്കൽ ഗ്യാസോ അതുപോലെ എന്തെങ്കിലും സോർട്ട് ഓഫ് സബ്സ്റ്റൻസോ ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ പോയ്സണസ് ആയിട്ടുള്ള കാര്യങ്ങൾ ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ വില്ലേജേഴ്സിന് അതുമൂലം ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ കേട്ടിട്ടുണ്ട്,
കാസർഗോഡ് എൻഡോസൾഫാൻ്റെ ഒരു ഇഷ്യൂ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻഡോസൾഫാൻ അടിക്കണത് വഴി ഒരുപാട് ആൾക്കാർക്കാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സും ഇൽനെസ്സും കാര്യങ്ങളും വന്നത്. എന്നിട്ട് ഉണ്ടാകുന്ന ബേബീസിന് പോലും അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സും ഇൽനെസ്സും നമ്മൾ കണ്ടു. അത്രയും ടെറിബിളായിട്ടുള്ള കോൺസിക്വൻസസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും കോർട്ട് സ്ട്രിക്റ്റ് ലയബിലിറ്റി പറഞ്ഞത്. ഇവിടെ എന്താണ്, ഒരു ഹസാർഡസ് ആക്ടിവിറ്റി ഒരു കമ്പനി ചെയ്യുമ്പോൾ പബ്ലിക്കിന് ഡാമേജ് ഉണ്ടാക്കിയാൽ ഡിഫെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ആ ഫാക്ടറിക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല. അവർ 100% കോമ്പൻസേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇതിനെയാണ് അബ്സല്യൂട്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. സോ അതൊക്കെയാണ് നമ്മുടെ ലയബിലിറ്റിയിൽ വരുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് ജനറൽ ഡിഫെൻസസ് ഇൻ ടോട്ടിൽ വരുന്ന ജനറൽ ആയിട്ടുള്ള ഡിഫെൻസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ അതിൽ വരുന്നത് വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചൂറിയ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ ലീഗൽ ടേമാണ്. വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചൂറിയ കൺസെൻ്റ് ആണ് മെയിൻലി പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ എന്താണ്, ക്രിക്കറ്റ് മാച്ചിൽ സ്പെക്ടാക്ടർ ഉണ്ടാവുമല്ലോ, അയാളിനെ ബോൾ ഹിറ്റ് ചെയ്താൽ അയാൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് അതിൻ്റെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ. അപ്പോൾ നമുക്ക് വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചൂറിയനെ കുറിച്ച് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചൂറിയ എന്ന് പറയുന്ന ലാറ്റിൻ ലീഗൽ ടേമിൻ്റെ സിമ്പിൾ മീനിങ് എന്താണ്? വൺ ഹൂ വോളണ്ടറിലി കൺസെൻസ് കനോട്ട് കംപ്ലെയിൻ ഓഫ് ഇഞ്ചുറി. അതായത് അയാളുടെ പൂർണ്ണ സമ്മതത്തോടെ ഒരു കാര്യത്തിന് സമ്മതിക്കുകയാണെങ്കിൽ അയാൾക്ക് അതിനുണ്ടാകുന്ന എഫക്റ്റിന് കംപ്ലൈൻ ചെയ്യാനായിട്ട് അതുവഴി ഉണ്ടാകുന്ന ഇൻസിഡൻസിനും കാര്യങ്ങൾക്കും ഇഞ്ചുറിക്കും കംപ്ലൈൻറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. ഒരാൾ അയാളുടെ ഇഷ്ടത്തിന് തന്നെ ഒരു റിസ്ക് ആക്സെപ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇതൊരു റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് അയാൾക്ക് തന്നെ ഒരു ബോധത്തോടെ അയാൾ സമ്മതിക്കുകയാണെങ്കിൽ അപ്പോൾ അതിൽ എന്തെങ്കിലും ഇഷ്യൂസോ ഇഞ്ചുറീസോ കാര്യങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഡിഫെൻഡൻറ്റിന് അവിടെ ലയബിലിറ്റി വരില്ല എന്നാണ് പറയുന്നത്. നമ്മൾ കണ്ടു ക്രിക്കറ്റ് മാച്ചിൻ്റെ സിമ്പിൾ എക്സാമ്പിൾ നമ്മൾ കണ്ടു. ക്രിക്കറ്റ് മാച്ചിൽ സ്പെക്ടാക്ടർ സീറ്റിൽ ഇരിക്കാനായിട്ട് വരികയാണ്. അപ്പോൾ അയാൾക്കറിയാം ബോൾ എൻ്റെ മേൽ വന്ന് ഇപ്പോൾ നമ്മളൊരു ക്രിക്കറ്റ് മാച്ച് കാണാൻ പോയി കഴിഞ്ഞാൽ ഇഫ് മേ ബി ആ ബോൾ എൻ്റെ മേൽ വന്ന് വീഴും എന്നൊരു ബോധം ആ ക്രിക്കറ്റ് കാണാനിരിക്കുന്ന സ്പെക്ടാക്ടറിന് ഉണ്ടാവണം. അപ്പോൾ ചാൻസ് ഉണ്ട്. അപ്പോൾ ബോൾ ഹിറ്റ് ചെയ്താൽ അയാൾക്ക് ആ ഹിറ്റ് ചെയ്ത ആരുടെ മേത്താണോ, ഇപ്പോൾ എൻ്റെ മേലാണ് ഹിറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ അത് എൻ്റെയും കൂടെ ഫോൾട്ടാണ്. കാരണം എനിക്കറിയാം ബോൾ എൻ്റെ മേൽ വന്ന് ഹിറ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതിൻ്റെ പേരിൽ എനിക്കൊരു ടോർട്ട് കേസ് ഫയൽ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിൻ്റെ മേലിൽ അവർ ലയബിൾ ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് കേസ് ഫയൽ ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി അതുപോലെ തന്നെ ഒരു കാർ റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഡ്രൈവർ അതായത് ഈ കാർ റേസിൻ്റെ റിസ്ക് ആക്സെപ്റ്റ് ചെയ്തിട്ട് മാത്രമാണ് അയാൾ അതിന് പോകാനായിട്ട് പാടുള്ളൂ. അപ്പോൾ അതിൽ ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ അവിടെ വോളണ്ടറി ഡിഫെൻസ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതിൽ കേസ് ലോ വരുന്നത് ഹോൾ വേഴ്സസ് ബ്രൂക്ക്ലാൻഡ്സ് ഓട്ടോ റേസിംഗ് ക്ലബ്ബാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ്. സ്പെക്ടാക്ടറിന് കാർ റേസിൽ ഇഞ്ചുറി പറ്റുകയാണ്. കോർട്ട് ഹെൽഡ് ചെയ്തത് ഹീ കൺസെൻറ്റഡ് ടു ദ റിസ്ക്. അതായത് അയാൾ അറിഞ്ഞിട്ടാണ് ആ റിസ്കിലേക്ക് അയാൾ പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾക്ക് അവിടെ കോമ്പൻസേഷനും ഒന്നും ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറി എന്ന് പറയുമ്പോൾ ഒരു റിസ്ക് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഇഷ്ടത്തിന് തന്നെ ആക്സെപ്റ്റ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ പേരിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ആ ഇഞ്ചുറിക്ക് ഒരിക്കലും അതായത് ആ റിസ്ക് നമ്മൾ അറിഞ്ഞിട്ട് അത് ചെയ്യുമ്പോൾ അതിൻ്റെ ഇഞ്ചുറിക്കും പിന്നെ ഡാമേജസിനും ഒരിക്കലും ഡിഫെൻഡൻറ്റ് ലയബിൾ ആവില്ല എന്നാണ് വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറിയെ കൂടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇന്നെവിറ്റബിൾ ആക്സിഡൻ്റ് ആണ്. ഇന്നെവിറ്റബിൾ ആക്സിഡൻറ്റിൽ നോ ലയബിലിറ്റി ഇഫ് അൺഅവോയ്ഡബിൾ ഡെസ്പൈറ്റ് കെയർ. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇന്നെവിറ്റബിൾ ആക്സിഡൻ്റ് എന്താണ്. നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണ്. നമ്മൾ ഈവൺ ഇഫ് ആഫ്റ്റർ ടേക്കിംഗ് മാക്സിമം കെയർ, അതായത് മാക്സിമം കെയർ കൊടുത്താലും ആ ആക്സിഡൻറ്റ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റാത്തത്. ഡിഫെൻഡൻറ്റിന് അവിടെ എസ്കേപ്പ് ഇല്ല, നെഗ്ലിജൻസ് ഒന്നുമില്ല. സോ അവിടെ ലയബിലിറ്റി വരില്ല. ഇന്നെവിറ്റബിൾ ആക്സിഡൻറ്റിൽ ലയബിലിറ്റി വരില്ല. ഒരു പേഴ്സൺ എല്ലാം കെയർഫുള്ളായിട്ട് ചെയ്തുവെങ്കിലും അവൻ്റെ കൺട്രോളിൽ നിന്ന് പുറമേ ഒരു ആക്സിഡൻറ്റ് നടന്നാൽ അതിനെയാണ് നമ്മൾ ഇന്നെവിറ്റബിൾ ആക്സിഡൻറ്റ് എന്ന് പറയുന്നത്. ഈ സിറ്റുവേഷനിൽ ഡിഫെൻഡൻറ്റിനെ ടോട്ടൽ ലയബിലിറ്റി ആക്കാനായിട്ട് പറ്റില്ല. അതിനെയാണ് ഇന്നെവിറ്റബിൾ ആക്സിഡൻറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എ ഡ്രൈവർ ഈസ് ഡ്രൈവിംഗ് കെയർഫുള്ളി. ഒരു ഡ്രൈവർ കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യാണ്. സഡൻലി എ ചൈൽഡ് ജംപ്സ് ഇൻ ടു ദ റോഡ് അൺഎക്സ്പെക്റ്റഡ്ലി. ഒരു കുട്ടി പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് റോഡിലേക്ക് ജമ്പ് ചെയ്യുകയാണ്. അയാളത് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ദ ആക്സിഡൻറ്റ് ഹാപ്പൻസ്. ആക്സിഡൻറ്റ് അവിടെ ഉണ്ടായി. ഡ്രൈവർ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഡ്രൈവർ നോർമലി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കുട്ടി പെട്ടെന്ന് വന്ന് വണ്ടിക്ക് മുന്നിൽ വന്ന് ചാടുകയാണ്. പതുക്കെ നടന്ന് വന്ന് ചാടില്ല, പെട്ടെന്ന് വന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന് ചാടുകയാണ് സഡൻലി. ആക്സിഡൻറ്റ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ആക്സിഡൻറ്റ് ഉണ്ടാവും. ഇത് ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള ആക്സിഡൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും.
അതിനാണ് ഇന്നവിറ്റബിൾ ആക്സിഡൻറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ സഡൻ മെക്കാനിക്കൽ, പിന്നെ അതുപോലെ തന്നെ സഡൻ മെക്കാനിക്കൽ ഫെയിലിയർ, അതായത് ബ്രേക്ക് ഫെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ, സഡനായിട്ട് ബ്രേക്ക് ഫെയിൽ വന്നു കഴിഞ്ഞാൽ ഡ്രൈവറിൻ്റെ നെഗ്ലിജൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല. ഇതിൽ വരുന്ന കേസ് സ്റ്റാൻലി വേഴ്സസ് പവൽ 1891 ആണ്. ഈ കേസിൽ ഷൂട്ടിങ്ങിൻ്റെ ടൈമിൽ ഡ്യൂറിങ് ഷൂട്ടിംഗ് എ പെല്ലറ്റ് റിച്ചോർട്ട് ഫ്രം എ ട്രീ ആൻഡ് ഇൻജുവേർഡ് അനദർ. അതിൽ കോർട്ട് എന്താ പറഞ്ഞത്? ഇറ്റ് വാസ് ഇന്നവിറ്റബിൾ ആക്സിഡൻറ്റ്, അതായത് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ആക്സിഡൻ്റ് ആണ് ഉണ്ടായത്. ഇനി ഇന്നവിറ്റബിൾ ആക്സിഡൻറ്റ് എന്ന് പറയുമ്പോൾ മാക്സിമം കെയർ നമ്മൾ എടുത്താലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു ആക്സിഡൻറ്റ് വരികയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ ഡിഫൻഡൻറ്റിന് അവിടെ ലയബിലിറ്റി വരില്ല. സോ അതാണ് ഇന്നവിറ്റബിൾ ആക്സിഡൻറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? സോ ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്? ആക്ട് ഓഫ് ഗോഡാണ്. നാച്ചുറൽ കലാമിറ്റീസ് ആണ് ആക്ട് ഓഫ് ഗോഡിൽ പറയുന്നത്. ആക്ട് ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ പ്യുവർലി നേച്ചറിൻ്റെ ഫോഴ്സസ് ഉണ്ടാക്കിയ, അതായത് മനുഷ്യന്, അതായത് ഒരു ഹ്യൂമൻ ബീയിങ്ങിന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഇവൻറ്റ് ഹാപ്പൻ ചെയ്യുകയാണ്. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ആക്ട് ഓഫ് ഗോഡ് എന്ന് നമ്മൾ പറയാം. ഇതിൽ ഇതൊക്കെ ആബ്സല്യൂട്ട് ആയിട്ടുള്ള നേച്ചർ കലാമിറ്റി ആയിരിക്കും. അതായത് ഹ്യൂമൻ മെയ്ഡ് അല്ലാത്ത ഏതൊരു ഇവൻറ്റിനെയും നമുക്ക് ആക്ട് ഓഫ് ഗോഡ്, അതായത് നേച്ചുറൽ കലാമിറ്റീസിനെല്ലാം നമുക്ക് ആക്ട് ഓഫ് ഗോഡ് എന്ന് പറയാൻ പറ്റും. ഫ്ലഡ്, എർത്ത് ക്വേക്ക്, ലൈറ്റ്നിങ്, സൈക്ലോൺ, പിന്നെ തണ്ടർ, അതേപോലെ തന്നെ ടൊർണാഡോ, അതിനെല്ലാം നമുക്ക് നേച്ചുറൽ കലാമിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്. അതെല്ലാം അപ്പോൾ ആക്ട് ഓഫ് ഗോഡായിട്ടാണ് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി ഒരാളുടെ നെഗ്ലിജൻസ് അല്ലാണ്ട്, കുറച്ചും കൂടെ സിമ്പിൾ എക്സ്പ്ലനേഷനിലാണ്, ഒരാളുടെ നെഗ്ലിജൻസ് അല്ല, പക്ഷേ നേച്ചറിൻ്റെ എക്സ്ട്രാ ഓർഡിനറി പവർ, ഇപ്പം നമ്മൾ നേച്ചറിൽ വിശ്വസിക്കുന്നുണ്ട്, അപ്പം നേച്ചറിൻ്റെ എക്സ്ട്രാ ഓർഡിനറി പവർ ഉണ്ടാക്കിയ ഒരു ഹാം ആണെങ്കിൽ അവിടെ ഡിഫൻഡൻറ്റിന് ഒരിക്കലും ലയബിലിറ്റി വരില്ല. അതിനെയാണ് ആക്ട് ഓഫ് ഗോഡിൻ്റെ ഡിഫൻസ്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഹെവി ആൻഡ് അൺഎക്സ്പെക്റ്റഡ് എർത്ത് ഉണ്ടായത്, ബിൽഡിംഗ് കൊളാപ്സ്. അപ്പോൾ അങ്ങനെ ഹെവി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എർത്ത് ക്വേക്ക് വന്നു, ബിൽഡിങ് കൊളാപ്സായി, ഡാമേജസ് ഉണ്ടായി. അപ്പോൾ നമുക്ക് ആരെയാണ് അവിടെ ഡാമേജസിന് ക്ലെയിം ചെയ്യാൻ പറ്റുക? അവിടെ ആർക്കാണ് ലയബിലിറ്റി വരിക? അങ്ങനെ ഒന്നും വരില്ല. അപ്പോൾ അത് ആക്ട് ഓഫ് ഗോഡായിട്ടാണ് കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ സഡൻ ആയിട്ടുള്ള ലൈറ്റ്നിങ് സ്ട്രൈക്ക് വന്നു കഴിഞ്ഞിട്ട് ട്രീ ഫോൾ ചെയ്യുകയാണ്. അപ്പോൾ അതൊരു ബിൽഡിങ്ങിൻ്റെ മേലെ അല്ലെങ്കിൽ ഒരു പേഴ്സണിൻ്റെ മേലെ വീണിട്ട് ഇഞ്ചുറി പറ്റി അല്ലെങ്കിൽ മരിക്കുകയാണ്. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ആക്ട് ഓഫ് ഗോഡായിട്ടാണ് കൺസിഡർ ചെയ്യുക. നമുക്ക് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാനോ ലയബിലിറ്റി കൊടുക്കാനോ പറ്റില്ല. അതിൻ്റെ കേസ് ലോ എന്ന് പറയുന്നത് നിക്കോൾസ് വേഴ്സസ് മാർഷ്ലാൻഡ് 1876 ആണ്. നിക്കോൾസ് വേഴ്സസ് മാർഷ്ലാൻഡ് 1876. റിസർവോയർ ഓവർഫ്ലോഡ് ഡ്യൂ ടു എക്സ്ട്രാ ഓർഡിനറി റെയിൻഫോൾ. അതായത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള മഴ പെയ്തിട്ട് റിസർവോയറിന് ഓവർഫ്ലോ വന്നു. അപ്പോൾ കോർട്ട് ഹെൽഡ് ഇറ്റ് വാസ് ദ ആക്ട് ഓഫ് ഗോഡ്. കോർട്ടിന് എന്താ പറയാൻ പറ്റുക? റിസർവോയർ പണിത ആൾക്കാരെ നമുക്കതിനെ ലയബിളാക്കാൻ പറ്റില്ല. അത് ആക്ട് ഓഫ് ഗോഡായിട്ടാണ്, നേച്ചുറൽ കലാമിറ്റി ആയിട്ടാണ് മഴ വന്നതുകൊണ്ടാണ് അതിന് ഓവർഫ്ലോ വന്നത്. സോ ഇറ്റ്സ് എ ആക്ട് ഓഫ് ഗോഡ്. ആക്ട് ഓഫ് ഗോഡ് എന്നത് മനുഷ്യൻ്റെ കൺട്രോളിൽ നിന്ന് പുറമേയുള്ള, അതായത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു നേച്ചുറൽ ഇവൻറ്റ് ഉണ്ടാക്കിയ ഡാമേജാണ്. അങ്ങനെ ആയാൽ ഡിഫൻഡൻറ്റിന് അവിടെ ടോട്ടൽ ലയബിലിറ്റി വരില്ല. അപ്പോൾ അതാണ് ആക്ട് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് പ്രൈവറ്റ് ഡിഫൻസ് ആണ്. അതിൽ റീസണബിൾ ഫോഴ്സ് ആണ് വരുന്നത്. പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണതെന്ന്. പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറയുമ്പോൾ ഒരു പേഴ്സൺ തൻ്റെ ബോഡിയിൽ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയിൽ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റീസണബിൾ ആയിട്ടുള്ള ഫോഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും ഒരു ടോർട്ടായിട്ട് വരില്ല. അവിടെ നമുക്ക് ഡിഫൻഡൻറ്റിനെ ലയബിൾ ആക്കാനായിട്ട് പറ്റില്ല. ഒരു തെഫ്റ്റിൽ ഒരു തീഫ് നൈറ്റിൽ ഒരു വീട്ടിൽ എൻട്രി ചെയ്യുമ്പോൾ ഓണർ അയാളുടെ ആ ഒരു തെഫ്റ്റ് തടയാൻ വേണ്ടിയിട്ട് ലിമിറ്റഡ് ഫോഴ്സ് യൂസ് ചെയ്താൽ അത് പ്രൈവറ്റ് ഡിഫൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അവിടെ നമുക്ക് ആ ഓണറിനെ നമുക്ക് ഒരിക്കലും ലയബിലിറ്റി കൊടുക്കില്ല. ഒരിക്കലും അയാളുടെ അടുത്ത് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ആരെങ്കിലും someone tries to beat you, നിങ്ങൾ ആരെങ്കിലും അടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ യു ബ്ലോക്ക് ഓഫ് പുഷ് ദം അവേ, അതായത് നമ്മൾ ആ അടി തടയാൻ വേണ്ടിയിട്ട് അയാളെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്കെതിരെ ഒരിക്കലും ലയബിലിറ്റി വരില്ല. കാരണം നമ്മളെ അതായത് ആ വരുന്ന അടി അല്ലെങ്കിൽ ആ ഒരു ബീറ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലോക്ക് അല്ലെങ്കിൽ പുഷാണ് ചെയ്യുന്നത്. സെൽഫ് ഡിഫെൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് ലയബിലിറ്റി വരില്ല. അതിനെയാണ് പ്രൈവറ്റ് ഡിഫെൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി ആണ്. സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി അത് ആക്ട് പെർമിറ്റ് ചെയ്ത ലോ, ഇഫ് ആക്ട് പെർമിറ്റഡ് ബൈ ലോ മാത്രമാണ് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി വരിക. നമുക്ക് നോക്കാം സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി എന്താണെന്ന്. സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയിൽ പറയുന്നത് ഒരു ഗവൺമെൻറ് ലോ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ട് ഒരു ആക്ടിന് പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ആക്ട് ചെയ്തതിന്
ഡിഫൻഡൻറ്റിനെ നമുക്ക് ടോട്ടിൽ സ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. ഇതാണ് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയിലെ ഡിഫൻസസ് എന്ന് പറയുന്നത്. എന്താണ്, ഒരു ലോ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ട് അലൗ ചെയ്തതാണെങ്കിൽ, അതായത് ഒരു നിയമം അനുശാസിക്കുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയാണെങ്കിൽ അത് ടോട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല. ഏത് ആക്ടിവിറ്റി ആണെങ്കിലും സ്റ്റാറ്റ്യൂട്ട് സാങ്ഷൻ ചെയ്തതാണെങ്കിൽ ഡിഫൻഡൻറ്റിന് ലയബിലിറ്റി വരില്ല. ഈവൺ ഇഫ് ഇറ്റ് കോസ് ഡാമേജ് ഉണ്ടാക്കിയാൽ കൂടെയും അങ്ങനെ ഒരു ആക്ട് ലോ പാസ്സാക്കിയതാണെങ്കിൽ, അതായത് സ്റ്റാറ്റ്യൂട്ട് ആണെങ്കിൽ നമുക്ക് ലയബിലിറ്റി വരില്ല. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ മുനിസിപ്പാലിറ്റി സ്റ്റാറ്റ്യൂട്ട് പ്രകാരം, മുനിസിപ്പാലിറ്റി നിയമപ്രകാരം റോഡ് വൈഡൻ ചെയ്യുന്ന സമയത്ത്, അതായത് റോഡിന് വീതി കൂട്ടുന്ന സമയത്ത് ഹൗസൊക്കെ ഡെമോളിഷ് ചെയ്യുകയാണ്, അതായത് പൊളിക്കുകയാണ്. അപ്പോൾ ഓണേഴ്സിന് ഓട്ടോമാറ്റിക്കലി ഡാമേജ് അവിടെ വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടാണ് പൊളിക്കുന്നത്, അപ്പോൾ നമുക്ക് അവിടെ ഡാമേജ് വരും. അപ്പോൾ എന്ന് വെച്ചിട്ട് നമുക്ക് മുനിസിപ്പാലിറ്റീനെ പോയിട്ട് ലയബിളാക്കാനായിട്ട് പറ്റില്ല. മുനിസിപ്പാലിറ്റിക്കെതിരെ നമുക്ക് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. അവിടെ അങ്ങനെ ഒരു കാര്യം, അതായത് ലയബിലിറ്റി വരില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം ട്രെയിൻ പോകുമ്പോൾ സൗണ്ട് ഉണ്ടാക്കും. അതായത് ട്രെയിൻ ഹോൺ അടിക്കും. ട്രെയിനിൻ്റെ ഹോൺ കേൾക്കുമ്പോൾ നെയ്ബേഴ്സിന് കംപ്ലയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ആ ഹോൺ നമുക്ക് ഡിസ്റ്റർബൻസ് ആണ്, ന്യൂയിസൻസ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും കംപ്ലയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ കേസ് ലോ വരുന്നത് വോഗാൻ വേഴ്സസ് താഫ് വെയിൽ റെയിൽവേ എന്നാണ്. അപ്പോൾ എന്താണ്, സ്പാർക്സ് ഫ്രം റെയിൽവേ എഞ്ചിൻ ഓതറൈസ്ഡ് ബൈ സ്റ്റേറ്റ്യൂട്ട്, അതായത് റെയിൽവേ എഞ്ചിൻ എന്ന് വരുന്ന സ്പാർക്സ് പ്രോപ്പർട്ടി ഡാമേജ് ആയിക്കഴിഞ്ഞാൽ, അതായത് അതുമൂലം ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിക്ക് ഡാമേജ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോയിട്ട് റെയിൽവേനെ ക്ലെയിം ചെയ്യാനായിട്ട്, റെയിൽവേ ആണ് തന്നെ ലയബിൾ എന്ന് പറഞ്ഞിട്ട് ക്ലെയിം ചെയ്യാനായിട്ട്, കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. അവിടെ നോ ലയബിലിറ്റി എന്നാണ് പറയുന്നത്. സോ അതാണ് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയിൽ വരുന്നത്. സോ നമ്മൾ അടുത്തത് നോക്കുന്നത് വൈക്കേരിയസ് ലയബിലിറ്റി ആണ്. വൈക്കേരിയസ് ലയബിലിറ്റി ടോട്ടൽ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. വൈക്കേരിയസ് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ വൺ പേഴ്സൺ ഈസ് ഹെൽഡ് ലയബിൾ ഫോർ ദ ടോട്ട് കമ്മിറ്റഡ് ബൈ അനദർ, അതായത് വേറൊരാൾ ഒരു ടോട്ട് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ലയബിലിറ്റി വേറൊരു പേഴ്സണിന് വരുന്നതിനെയാണ് വൈക്കേരിയസ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇത് മോസ്റ്റ്ലി എംപ്ലോയർ റിലേഷനിൽ അപ്ലൈ ചെയ്യും. അതായത് ഈ എംപ്ലോയി റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റിൽ റോങ്ഫുൾ ആക്ട് ചെയ്താൽ, അതായത് എംപ്ലോയറിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു വർക്കർ ആയിരിക്കുമല്ലോ. അപ്പോൾ കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റിൽ റോങ്ഫുൾ ആക്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എംപ്ലോയർ ആയിരിക്കും അതിൻ്റെ ലയബിൾ. അതായത് മുതലാളിയുടെ കീഴിൽ നിന്ന് തൊഴിലാളി വർക്ക് ചെയ്യുമ്പോൾ തൊഴിലാളി ചെയ്യുന്ന കുറ്റത്തിനോ തൊഴിലാളിയാൽ ഉണ്ടാവുന്ന എന്തെങ്കിലും ഫോൾട്ടിന് അവിടെ ലയബിലിറ്റി വരുന്നത് മുതലാളിക്കായിരിക്കും. സോ എംപ്ലോയർ വിൽ ബി ലയബിൾ ഫോർ ദ ആക്ട്സ് ഓഫ് എംപ്ലോയി എന്നാണ് ഇവിടെ പറയുന്നത്. എംപ്ലോയർക്ക് അവിടെ ലയബിലിറ്റി ഉണ്ടാവും. റീസൺ എന്ന് പറയുമ്പോൾ എംപ്ലോയറിനാണ് അവിടെ എംപ്ലോയ് ചെയ്യുന്ന കാര്യം കൊണ്ട് ബെനിഫിറ്റ് കിട്ടുന്നത്. സോ ബേർഡനും എംപ്ലോയറിൻ്റെ ആയിരിക്കും എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ബസ് ഡ്രൈവറിൻ്റെ നെഗ്ലിജൻസ് കൊണ്ട് ആക്സിഡൻറ്റ് ഉണ്ടായാൽ ആ ലയബിലിറ്റി ബസ്സിൻ്റെ കമ്പനിക്കാണ് വരിക. അതായത് ആ ഒരു പെർട്ടിക്കുലർ ബസ് മൂലമാണ് അവിടെ ഒരു ഡാമേജ് അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി കോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ആ ബസ്സിൻ്റെ കമ്പനിക്കായിരിക്കും ലയബിലിറ്റി വരിക. അതിൻ്റെ എംപ്ലോയറിനെയാണ് ലയബിലിറ്റിക്കായിട്ട് ക്ലെയിം ചെയ്യാം. ഓക്കെ. ഇനി ഗവൺമെൻറ് ഡ്രൈവർ നെഗ്ലിജൻസ് ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ആയിരിക്കും ലയബിൾ. ഗവൺമെൻറ് ഡ്രൈവർ എന്തെങ്കിലും ഒഫൻസ് കമ്മിറ്റ് ചെയ്ത്, അതായത് നെഗ്ലിജൻസ് കൊണ്ട് ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ് വിൽ ബി ലയബിൾ. കേസ് ലോ വന്നിട്ട് വരുന്നത് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ വേഴ്സസ് വിദ്യാവതി. അതിൽ ഗവൺമെൻറ് ഡ്രൈവർ ഒരു ആക്സിഡൻറ്റ് ചെയ്തു, അപ്പോൾ ഓട്ടോമാറ്റിക്കലി സ്റ്റേറ്റ് അവിടെ ലയബിൾ ആയിരിക്കും. ഈ വൈക്കാരിയസ് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു ആക്ട് ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ലയബിലിറ്റി വേറൊരാൾക്ക് വരുന്നതിനെയാണ് വൈക്കാരിയസ് ലയബിലിറ്റി എന്ന് പറയുന്നത്. മെയിൻലി നമ്മൾ കണ്ടു എംപ്ലോയി, മാസ്റ്റർ സെർവൻറ്റ്, അങ്ങനെയൊക്കെയാണ് വരുന്നത്. പ്രിൻസിപ്പൽ ഏജൻറ്റ്, സ്റ്റേറ്റ് ലയബിലിറ്റി പോൾ സിറ്റുവേഷൻസിൽ അങ്ങനെയൊക്കെയാണ് വരുന്നത്. അതാണ് വൈക്കാരിയസ് ലയബിലിറ്റിയിൽ പറയുന്നത്. അതിൽ വന്നിട്ട് സ്റ്റേറ്റ് ലയബിലിറ്റി ആർട്ടിക്കിൾ 300 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് സ്റ്റേറ്റിൻ്റെ ലയബിലിറ്റി പറയുന്നത്. അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ഏജൻറ്റ് പറയുന്നുണ്ട്, പാർട്ട്നേഴ്സ് ഇൻ ഫേം, അതായത് ഒരു ഫേമിലെ പാർട്ട്നേഴ്സിൻ്റെ കാര്യം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വൈക്കേരിയസ് ലയബിലിറ്റി വരുന്നത്. സ്റ്റേറ്റിൻ്റെ ലയബിലിറ്റി ആർട്ടിക്കിൾ 300 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിലാണ് സ്റ്റേറ്റിൻ്റെ ലയബിലിറ്റി വരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ പറയുന്ന വൈക്കേരിയസ് ലയബിലിറ്റി. ഒരാളുടെ റോങ് ആണ്, പക്ഷേ ലയബിലിറ്റി വേറൊരാൾക്കായിരിക്കും വരിക.
ഇനി നമ്മൾ സ്പെസിഫിക് ടോട്ട്സിനെ കുറിച്ചാണ് നോക്കുന്നത്. സ്പെസിഫിക് ആയിട്ടുള്ള ടോട്ട്സിൽ ആദ്യം വരുന്നത് ട്രെസ്പാസ് ആണ്. ട്രെസ്പാസിൽ ആദ്യം വരുന്നത് ട്രെസ്പാസ് ടു എ പേഴ്സൺ. നമുക്ക് ട്രെസ്പാസ് ടു എ പേഴ്സൺ എന്താണെന്ന് നോക്കാം. എന്താണ് ട്രെസ്പാസ് ടു എ പേഴ്സൺ? ഒരാളുടെ ബോഡിയിൽ, ഒരു പേഴ്സൻ്റെ ബോഡിയിൽ ഇല്ലീഗലി നമ്മൾ ഇൻഡയറക്റ്റ്ലി ഇൻ്റർഫിയർ ചെയ്യുന്ന ഒരു റോങ്ഫുൾ ആക്ടിനെയാണ് ട്രെസ്പാസ് ടു എ പേഴ്സൺ എന്ന് പറയുന്നത്. അതിൽ മെയിൻലി പല ടൈപ്സ് ആയിരിക്കും വരിക. അതിലൊരെണ്ണം വരുന്നത് അസോൾട്ടാണ്. ഒരാളെ ഇമ്മീഡിയറ്റ്ലി അറ്റാക്ക് ചെയ്യുന്ന ഒരു ഫിയർ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതായത് എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന ഒരു വ്യക്തിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു ഫിയർ, ബീനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ഫിയർ ബിക്ക് വരുത്തുമ്പോൾ അങ്ങനെ അതിനെയാണ് അസോൾട്ട് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്താ? നൈഫ് പിടിച്ചിട്ട് ഒരാളെ ത്രെട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ കത്തി പിടിച്ചിട്ട് വേറൊരു വ്യക്തിനെ ത്രെട്ട് ചെയ്യുകയാണ്, ഐ വിൽ കിൽ യു അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ ത്രെട്ട് ചെയ്യുകയാണ്. ഈവൻ ടച്ച് ചെയ്തിട്ടില്ല, ബട്ട് ഞാൻ ത്രെട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഒരു ഫിയർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ അസോൾട്ടായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്താ ട്രെസ്പാസ് ടു എ പേഴ്സണിൽ ഫസ്റ്റ് വരുന്ന അസോൾട്ടിൽ അതാണ് പറയുന്നത്. ഒരു ഫിയർ ഉണ്ടാക്കുകയാണ്, ഡാമേജ് കോസ് ചെയ്യും, ഇഞ്ചുറി കോസ് ചെയ്യും എന്നുള്ളൊരു ഫിയർ വേറൊരു പേഴ്സണിനെ ഉണ്ടാക്കുന്നതിനെയാണ് അസോൾട്ട് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ബാറ്ററിയാണ്. ബാറ്ററിയിൽ ആക്ച്വൽ ആയിട്ടുള്ള ഫിസിക്കൽ കോണ്ടാക്റ്റ് ഉണ്ടാവും. അവിടെ ത്രെട്ടല്ല, ആക്ച്വൽ ഫിസിക്കൽ കോണ്ടാക്റ്റ്, ഫോഴ്സ് യൂസ് ചെയ്യൽ, അതിനെയാണ് പറയുന്നത്. എക്സാമ്പിൾ, ഒരാളെ നമ്മൾ തല്ലാണ്, അതായത് തല്ലും എന്നുള്ള ഫിയർ വരുത്തല്ല, ബട്ട് ആക്ഷൻ നമ്മളവിടെ എന്താ പറയുക ഹാപ്പൻ ചെയ്യിക്കുകയാണ്. അപ്പോൾ ഒരാളെ നമ്മൾ തല്ലി അല്ലെങ്കിൽ കൈ പിടിച്ച് വലിച്ചാലോ അല്ലെങ്കിൽ ആ കത്തി വെച്ച് ഒരു ഹേർട്ട് ഉണ്ടാക്കിയാലോ ഒരു ഇഞ്ചുറി ഉണ്ടാക്കിയാലോ അതിനെയാണ് ബാറ്ററി എന്ന് പറയുന്നത്. തല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതിനെ അസോൾട്ടും, തല്ലിയാൽ അതായത് ആ ആക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, ഫിനിഷ് ചെയ്യുമ്പോൾ, എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തിനെയാണ് അത് ബാറ്ററി എന്നും പറയുന്നത്. അത് തെറ്റിപ്പോരുത്. അസോൾട്ട് എന്ന് പറഞ്ഞാൽ ത്രെട്ടാണ്, ബാറ്ററി എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ആയിട്ടുള്ള ഫോഴ്സ് യൂസ് ചെയ്യലാണ് ബാറ്ററി. ഇനി ഫോൾസ് ഇംപ്രിസൺമെൻ്റ് ആണ് നെക്സ്റ്റ് വരുന്നത്. അതിൽ തേർഡ് പോയിന്റ് ഫോൾസ് ഇംപ്രിസൺമെൻ്റ് ആണ്. ഫോൾസ് ഇംപ്രിസൺമെൻറ്റിൽ എന്താ പറയുന്നത്? ഒരാളെ ലോഫുള്ളി അതോറിറ്റി ഇല്ലാതെ ഒരു സ്ഥലത്ത് ലോക്ക് ചെയ്യുകയോ പ്രൊഹിബിറ്റ് ചെയ്യുകയോ ചെയ്യാതെ, പുറത്ത് പോകാനായിട്ട് അലോ ചെയ്യാതെ ഒരാളെ തടഞ്ഞു വെച്ചാലോ റൂമിൽ ലോക്ക് ചെയ്യുകയോ അങ്ങനെ മൂവ്മെൻറ്റിന് സമ്മതിക്കുന്നില്ല, അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഫോൾസ് ഇംപ്രിസൺമെൻറ്റ്, തടങ്കലിൽ വെക്കുക, അതിനെയാണ് ഫോൾസ് ഇംപ്രിസൺമെൻറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ റൂമിൽ ലോക്ക് ചെയ്തിട്ട് പുറത്ത് പോകാനായിട്ട് അനുവദിക്കുകയും ചെയ്യാതിരിക്കലിനെയാണ് ഫോൾസ് ഇംപ്രിസൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇതിലെ കേസ് വന്നിട്ട് വരുന്നത് ബേർഡ് വേഴ്സസ് ജോൺസ് ആണ്. അതിൽ പാർഷ്യൽ ഒബ്സ്ട്രക്ഷൻ എലോങ് ഫോൾസ് ഇംപ്രിസൺമെൻറ്റ് അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ട്രെസ്പാസ് ടു എ പേഴ്സൺ എന്നത് ഒരാളുടെ ബോഡി അല്ലെങ്കിൽ ഫ്രീഡം അല്ലെങ്കിൽ സേഫ്റ്റീനെ ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്ന ഒരു റോങ്ഫുൾ ആക്റ്റാണ്. ഏതൊക്കെയാണ് അതിൽ വരുന്നത്? അസോൾട്ട്, ബാറ്ററി, ഫോൾസ് ഇംപ്രിസൺമെൻറ്റ്, ഇതൊക്കെയാണ്. സോ നമ്മൾ അടുത്തത് നോക്കുന്നത് ട്രെസ്പാസ് ടു ഗുഡ് ലാൻഡ് ആണ്. ട്രെസ്പാസ് ടു ലാൻഡിൽ അൺഓതറൈസ്ഡ് എൻട്രി ഇൻ ടു ലാൻഡ് ആണ് അതിൽ മെയിൻലി വരുന്നത്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ സിമ്പിൾ എക്സ്പ്ലനേഷൻ നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ഒരു ഓണറിൻ്റെ പെർമിഷൻ ഇല്ലാതെ അയാളുടെ ലാൻഡിലേക്ക് എൻ്റർ ചെയ്യുകയാണ് അല്ലെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, അവിടെ ഒരു ട്രെസ്പാസ് ഓഫ് ലാൻഡാണ് വന്നത്. അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ത്രോ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ട്രെസ്പാസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, ഒരു റൈറ്റ് ഇല്ലാണ്ട്, അതായത് നമുക്ക് അനുവാദം ഇല്ലാണ്ട് ഒരാളുടെ ലാൻഡിലേക്ക് എൻട്രി ചെയ്യുകയാണ്. അതൊരു സ്മോൾ എൻട്രി ആണെങ്കിലും, ഈവൻ അതൊരു സ്മോൾ എൻട്രി ആണെങ്കിൽ പോലും അതൊരു ടോർട്ടാണെന്നാണ് പറയുക. ഒരു മിസ്റ്റേക്കിൽ പോയാൽ പോലും ടോർട്ടായിട്ട്, ട്രെസ്പാസ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നെയ്ബറിൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് അയാളുടെ ഗാർഡനിൽ കയറിയാൽ അതൊരു ട്രെസ്പാസ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഒരു സ്റ്റോൺ എടുത്ത് നെയ്ബറിൻ്റെ പ്രോപ്പർട്ടിയിലേക്ക് ഇട്ടാൽ അതൊരു ട്രെസ്പാസ് ആവും. പിന്നെ ബിൽഡിങ്ങിൻ്റെ വോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മറ്റുള്ളവരുടെ പ്രോപ്പർട്ടിയിൽ ആണ് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ വോൾ എക്സ്റ്റെൻഡ് ചെയ്താന്നുണ്ടെങ്കിൽ അതിനെ ഒരു ട്രെസ്പാസ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ കേസ് ലോ വന്നിട്ട് വരുന്നത് എൻറ്റിക് വേഴ്സസ് കാരിങ്ടൺ 1765 ഈ കേസ് വരുന്നത്. അത് എന്താ പറയുന്നത്, അൺഓതറൈസ്ഡ് എൻട്രി ഇൻ ടു പ്ലെയിൻറ്റിഫ് ലാൻഡ് ഹെൽഡ്, അതായത് പ്ലെയിൻറ്റിഫിൻ്റെ ലാൻഡിലേക്ക് അൺഓതറൈസ്ഡ് ആയിട്ട് എൻട്രി ചെയ്തപ്പോൾ ദാറ്റ്സ് എ ട്രെസ്പാസ്. ട്രെസ്പാസ് ടു ലാൻഡ് എന്ന് പറയുമ്പോൾ ഒരാളുടെ ലാൻഡിലേക്ക് പെർമിഷൻ ഇല്ലാണ്ട് എൻട്രി ചെയ്യുക, റോങ്ഫുൾ സ്റ്റേ ചെയ്യുക അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ത്രോ ചെയ്യുക, അതൊക്കെ ട്രെസ്പാസ് ടു ലാൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യും. അതൊക്കെ ഒരു ടോർട്ടാണ്. ഇനി അടുത്തത് ട്രെസ്പാസ് ടു ഗുഡ്സ് ആണ്. റോങ്ഫുൾ ഇൻ്റർഫിയറൻസ് വിത്ത് ഗുഡ്സ്, അതാണ് ട്രെസ്പാസ് ടു ഗുഡ്സിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ മീൻ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ട്രെസ്പാസ് ടു ഗുഡ്സ് ആണല്ലോ, നമ്മുടെ ഒരാളുടെ മൂവബിൾ ആയിട്ടുള്ള ഗുഡ്സ്, എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താ, കാറ്, ബൈക്ക്, ഫോൺ, ബാഗ് എക്സെട്ര,
അതൊക്കെ മൂവബിൾ ഗുഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുമല്ലോ. സോ അതെല്ലാം പെർമിഷൻ ഇല്ലാതെ റോങ്ഫുൾ ആയിട്ട് ഇൻ്റർഫിയറൻസ് ചെയ്താലോ അതിനെയൊക്കെ എടുത്ത് മാറ്റിയാലോ അതൊക്കെ ട്രെസ്പാസ് ടു ഗുഡ്സിൽ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. എന്താ പറയുന്നത്, ഒരാളുടെ മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ അത് ഡയറക്റ്റ് ഫിസിക്കൽ ഇൻ്റർഫിയറൻസ് ചെയ്യുമ്പോൾ ട്രെസ്പാസ് ടു ഗുഡ്സ് ആയിട്ട് മാറും. ഈവൻ ഓണർ ഡാമേജ് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓണർ എന്നെ പറയുകയാണ് എനിക്ക് ഡാമേജ് പറ്റിയെന്ന് അങ്ങനെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. മിയർ ആയിട്ടുള്ള ഇൻ്റർഫിയറൻസ് മതി ട്രെസ്പാസ് ടു ഗുഡ്സിലേക്ക് എത്താൻ. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരാളുടെ ബൈക്ക് പെർമിഷൻ ഇല്ലാണ്ട് എടുത്ത് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ട്രെസ്പാസ് ടു ഗുഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരാളുടെ ഫോൺ ഫോഴ്സ്ഫുള്ളി എടുത്താലും അതൊരു ട്രെസ്പാസ് ടു ഗുഡ്സ് ആയിട്ട്, തെഫ്റ്റൊക്കെ മെയിൻലി ട്രെസ്പാസ് ടു ഗുഡ്സിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഫോൺ ഫോഴ്സ്ഫുള്ളി എടുത്താൽ അതൊരു ട്രെസ്പാസ് ടു ഗുഡ്സ് ആയിട്ട്, പിന്നെ ബാഗിൽ നിന്നും തിങ്സ് എടുത്താൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞു തെഫ്റ്റിൻ്റെ കാര്യം, അതുപോലെ തന്നെയാണ് ബാഗിൽ നിന്നും അയാളുടെ പെർമിഷൻ ഇല്ലാതെ തിങ്സ് എടുത്താലും അത് ട്രെസ്പാസ് ടു ഗുഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിൽ കേസ് ലോ വരുന്നത് ഫോൾസ് വേഴ്സസ് വില്ലോഗ് ബൈ ആണ്. വില്ലോഗ് ബൈ 1841 ആണ് ഇയർ വരുന്നത്. ഡിഫൻഡൻറ്റ് റോങ്ഫുള്ളി ടുക്ക് ഹോഴ്സസ് ഫ്രം ഫെറി, അതായത് പ്ലെയിൻറ്റിഫിൻ്റെ ഫെറിയിൽ നിന്ന് ഡിഫൻഡൻറ്റ് റോങ്ഫുള്ളി ഹോഴ്സസിനെ എടുക്കുകയാണ്. അപ്പോൾ അത് ട്രെസ്പാസ് ടു ഗുഡ്സ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിൽ ട്രെസ്പാസ് ടു ഗുഡ്സിൽ എന്താണ്, മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി പെർമിഷൻ ഇല്ലാതെ ഇൻ്റർഫിയർ ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് ടേക്കിംഗ്, ഡാമേജിങ്, യൂസിങ്, അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഡാമേജ് ചെയ്യാണ്, യൂസ് ചെയ്യാണ്, ടേക്ക് ചെയ്യാണ്, അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡിഫൻഡൻ്റ് ഇവിടെ ലയബിളാവും. സോ അതിനൊക്കെ നമുക്ക് ട്രെസ്പാസ് ടു ഗുഡ്സ് ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ? സോ ഇറ്റ്സ് ടൈം ടു കൺക്ലൂഡ്. നമ്മുടെ ഒരു 30 അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ്സിൽ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല ടോട്ട് എന്ന് നമുക്കറിയാം. സോ നമ്മുടെ അടുത്ത സെഷനിൽ നെക്സ്റ്റ് ടോട്ടിൻ്റെ ക്ലാസ്സിൽ നമുക്ക് ബാക്കി കൂടുതലായിട്ടുള്ള ടോപ്പിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇതുവരെ പറഞ്ഞതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കണം. സോ താങ്ക് യു. ബൈ ഫ്രം മേഘ്ന ജോറിസ്.